ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈവൻറ്റ്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് കുറേ അധികം വർക്ക്സ് ചെയ്തിട്ടുള്ളത് വെള്ളനാതുരത്ത് ബീച്ചിൽ വെച്ചായിരുന്നു. ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് എനിക്ക് വീണ്ടും വെള്ളനാതുരത്ത് ബീച്ചിൽ വെച്ചിട്ട് ഒരു ബ്രൈഡൽ ഷവർ ഇവൻറ്റ് കിട്ടുന്നത്. എനിക്കെന്തോ ഒരു നൊസ്റ്റാൾജിയ, അല്ലെങ്കിൽ നമ്മൾ ഈ വർക്കൊക്കെ തുടങ്ങിയ സമയത്ത് എല്ലാ വർക്കും ചെയ്ത് റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ കുറേ വട്ടം പോയി അങ്ങനെ ഭയങ്കര എന്തോ ഒരു അഫെക്ഷൻ ഉണ്ട് ആ ഒരു ബീച്ചുമായിട്ട്. അതുപോലെ തന്നെയാണ് ഈ പർദീസ. നമ്മൾ കുറേ വർക്ക്സ് റിപ്പീറ്റഡായിട്ട് ചെയ്തൊരു പ്ലേസാണ്. അതുകൊണ്ട് ഈ ഒരു സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അങ്ങനെ ഈ ബീച്ചിൽ വെച്ചിട്ടുള്ള വർക്കിന് കേക്ക് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. അതിനുശേഷം നമ്മൾ ഓൾറെഡി ചെയ്ത വുഡൻ പാലറ്റ് വരുന്ന ഒരു ബാക്ക് ഡ്രോപ്പിൽ ഈ 2 ഫ്രെയിംസ് ആർച്ച് വരുന്ന രീതിയിലുള്ളൊരു വർക്കായിരുന്നു ചൂസ് ചെയ്തത്. നമ്മൾ മിക്കപ്പോഴും അവിടെ ഒരു തവണ ഫ്ലവർ വർക്കും ബാക്കി എല്ലാ തവണയും ബലൂൺ വർക്കുമാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇവൻറ്റ്സ് ബീച്ച് സൈഡിൽ ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര അതിമനോഹരമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തു. കളർ കോമ്പിനേഷൻ മാത്രം കഴിഞ്ഞതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് റെഡ് ആയിരുന്നു. റെഡ് വൈറ്റ് കോമ്പിനേഷനാണ് അവർ ചൂസ് ചെയ്തത്. റെഡും ബ്ലാക്കും ആയിരുന്നു അവരുടെ ഡ്രസ്സ്. അപ്പോൾ ബ്ലാക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്യേണ്ട, റെഡ് ആഡ് ചെയ്യാമെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഹരിവരിയായിട്ട് വന്നൊരു വർക്ക്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ക്ലയൻറ്റ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ സർപ്രൈസ് കൊടുക്കുമായിരുന്നു ഈ ഒരു ബ്രൈഡിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്നൊരു ചായ കുടിച്ചു, സൺസെറ്റ് കണ്ടു. അങ്ങനെ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം കേട്ടോ.